ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15 മിനിറ്റിനുള്ളിൽ എങ്ങനെ 25 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഫിഗറാണ് ക്യൂബ് ആവാൻ പറ്റാത്തതെന്ന്. ഈസി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കണം, ഇതായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കണം. അങ്ങനെ വൈലേറ്റ് ചെയ്യണ വല്ല ഫിഗർ ഉണ്ടോ നോക്ക്. ഓപ്ഷൻ 1 5 സ്മോൾ സർക്കിളിന് ഓപ്പോസിറ്റ് ആയിട്ട് 3 ഓപ്പോസിറ്റ് കാണാനില്ല, അപ്പോൾ അത് പറ്റും. 1ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 1 തന്നെയാണ്, 2ന്റെ ഓപ്പോസിറ്റ് 2 തന്നെയാണ്. സെക്കൻഡ് ഫിഗർ നോക്ക്, 3ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3. ഓക്കെ, ഡൺ. സ്റ്റാർ. ഓക്കെ, സ്റ്റാർ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് 1. ഓക്കെ, ദെൻ ഓക്കെ, അതും ഫൈൻ ആണ്. ഇനി തേർഡ് വൺ നോക്ക്, ഇതും ഫൈൻ ആണ്. ഫോർത്ത് വൺ ഈസ് ആൻസർ. കാരണം നോക്ക്, 1ഉം പരസ്പരം ഓപ്പോസിറ്റ് ആണ് വരുന്നത്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. 15 മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആൽഫ ന്യൂമറിക്കൽ സീരീസ് നിങ്ങളുടെ ഹാൻഡിലായിരിക്കണം. ഏത് നമ്പർ കണ്ടോ, അതിൻ്റെ ഏത് ആൽഫബറ്റ് കണ്ടോ അതിൻ്റെ നമ്പർ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവും, ഓർമ്മ വരണം. നോക്കുക, ഈ സീരീസിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്ക്. എക്സ് 24, വി 22, ടി 20, ആർ രാജ 18. ഇനി അടുത്ത് 16 വേണം. 16 പ്രിൻസ് പി. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ പി എന്ന് ഉറപ്പാണ്. കാര്യം -2 നോക്കുക. സെക്കൻഡ് ലെറ്റർ കൊടുക്കുക, പി 16. 16 14ആയി, 14 12ആയി, ലവ് അറ്റ് 12 12ആയി, 12 10ആയി, 10 8 കാണാം, 8 എച്ച് ആയിരിക്കണം. ഇവിടെ തന്നെ ആൻസർ കിട്ടിയില്ലേ? ഇല്ല. ഇനി കിങ്സ് 11 11 11 10ആയി, 10 8. ഓ, 11 10ആയി, 10 8ആയി, 8 5ആയി, 5 ഇനി 4 മനുഷ്യണം. അപ്പോൾ എ ആയിരിക്കണം ആൻസർ. പി എച്ച് എ. ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് ലെറ്റർ നോക്ക്, എക്സ് വി. ഓക്കെ, ഇത് 24, വി 22, ടി 20, ആർ 18. ഇനി വരുന്നത് 16 വരുന്നത്. 16ാമത്തെ ലെറ്റർ എന്താ? ഒബ്വിയസ്ലി പി. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ സോർട്ടഡ്. ഇനി സെക്കൻഡ് ലെറ്റർ നോക്കാം. പ്രിൻസ് 16, എൻ 14, ലവ് അറ്റ് 12, ജെ ജിയോ 10. ഇനി വേണ്ടത് 8 വേണ്ടേ. 8 എന്താണ് ഗൈസ്? എച്ച്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ എച്ച് ആണ് ക്ലിയർ. ഇനി തേർഡ് ലെറ്റർ നോക്ക്, കെ. നോക്ക്, കെ കിങ്സ് 11, ജിയോ 10. അപ്പോൾ 1 ഡിഫറൻസ്. ഇനി 10 8ലേക്ക് പോകാൻ 2 ഡിഫറൻസ്, 8 5ലേക്ക് പോകാൻ 3 ഡിഫറൻസ്. അപ്പോൾ ഇനി 4 ഡിഫറൻസിലാണ് വേണ്ട, അപ്പോൾ എ ആയിരിക്കും. ഓക്കെ, ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് റെമഡിയിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് സ്റ്റാർവേഷൻ. റെമഡി എന്താണ്? ഫുഡ്. അപ്പോൾ ഇൻജസ്റ്റിസ് ജസ്റ്റിസ്. ജസ്റ്റിസിന് ക്ലോസ് ആയിട്ട് ഫെയർനെസ്. ഫെയർനെസ് ആണ് ആൻസർ. ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയോ? 6 + 9 15, 15 + 11 26. 26 ബൈ 2 13 വരുന്നത്. ഈ ഒരു റോ നോക്കി നോക്ക്. ഈ ഒരു റോ ദാറ്റ് ഈസ് 6 + 9 15 വരും, 15 + 11 26 വരും, 26. ഇത്ര നമ്പർ ടൈം ആഡ് 26 കിട്ടും. 26 ബൈ 2 ചെയ്യുമ്പോൾ 13 വരുന്നത്. ഈ ഒരു പാറ്റേൺ എല്ലാത്തിനും ഫോളോ ഉണ്ട് നോക്കുക. 16 22, 22 ബൈ 2 ചെയ്യുമ്പോൾ 11 വരണം. അതുപോലെ ഇവിടെ ഫോളോ ഉണ്ട് 18 18 20, 20 ബൈ 2 10. യെസ്, ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. ഇനി സം പ്ലാന്റ്സ് ആർ. ഇനി അടുത്ത് ഓൾ ലീവ്സ് ആർ ട്വിഗ്സ്. ഓൾ ലീവ്സ് ആർ ട്വിഗ്സ്. ഓക്കെ, ഇനി നോ ട്വിഗ് ഈസ് എ ബനാന. ഓക്കെ, നോ ട്വിഗ് ഈസ് എ ബനാന. നോ ട്വിഗ് ഈസ് എ ബനാന. ഇനി കൺക്ലൂഷൻ, സം പ്ലാന്റ്സ് ആർ ബനാന. ചില പ്ലാന്റ്സ് ബനാനയാണോ? ചില പ്ലാന്റ്സ് ബനാനയാണോ? അല്ല, അത് തെറ്റാ. ഈ കൺക്ലൂഷൻ തെറ്റാ. രണ്ടാമത്തെ, സം ട്വിഗ്സ് ആർ ലീവ്സ്. സം ട്വിഗ്സ്, യെസ്, ചില ട്വിഗ്സ് ലീഫാണ്, അത് ശരിയാ, അത് ശരിയാ. ഇനി സം ബനാന ആർ ലീവ്സ്. സം ബനാന, ചില ബനാന ലീവ്സ് ആണോ? അല്ല, തെറ്റാ. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ 1. ഇതിന് ലോജിക്ക് എന്താ അറിയോ? ഒന്ന് നോക്ക്. 5 ക്യൂബ് -9 സ്ക്വയർ, ദാറ്റ് ഈസ് 125 - 81 വിൽ ഗീവ് യു 44, റൈറ്റ്? അതേപോലെ തന്നെ 7 ക്യൂബ് എന്ന് പറയും. 7 ക്യൂബ് -8 സ്ക്വയർ. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 343 -64, 279. സബ്ട്രാക്ട് ചെയ്ത് ചെയ്യാൻ നോക്കാൻ ആവശ്യമില്ല. 13 - 4 എത്ര വരിക? 9 ലാസ്റ്റ് വരും. അപ്പോൾ 9 ഡിജിറ്റ്. ഇനി ഒരിക്കലും 700 അത്ര എത്തില്ല. അപ്പോൾ 279 ആൻസർ. ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ലെറ്റർ വെച്ചാണ് കോഡ് ചെയ്തേക്കുന്നത്. നമ്മൾ 1 തൊട്ട് 13 വരെ എഴുതും, അത് കഴിഞ്ഞിട്ട് 14 തൊട്ട് 26 എത്തുമ്പോൾ ഓപ്പോസിറ്റ് ലെറ്റർ എത്ര എന്താ വരുന്നത്, അതാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് നോക്ക്, എസിൻ്റെ ഓപ്പോസിറ്റ് എച്ച്. എസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എച്ച് നോക്ക്. എസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എച്ച് വരുന്നുണ്ട്, റൈറ്റ്? അതേപോലെ തന്നെ ഓരോ നമ്പറും ടീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജി വരുന്നുണ്ട്. ടീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജി വരുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, ഇനി എന്താ വേണ്ട, എല്ലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എല്ലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓ വരണം. ഓ ഉള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ദാറ്റ് ഇസ് നമ്പർ 1, ദാറ്റ്സ് റൈറ്റ് ആൻസർ. പോയിന്റിംഗ് ടു എ ഫോട്ടോ, അനാമിക സെഡ് ദിസ് മാൻ ഇസ് ഓൺലി സൺ ഓഫ് മൈ മദർ. മദേഴ്സ് മദർ ഇൻ ലോ, പക്ഷെ അവളുടെ അമ്മയുടെ, ദിസ് സപ്പോസ് ദിസ് ഇസ് അവർ മദർ, അവൾ അമ്മയുടെ, ഒബ്വിയസ്ലി അമ്മ ഒരു അച്ഛനുണ്ടാവും, അമ്മയുടെ മദർ ഇൻ ലോ. ഓക്കെ, അമ്മയുടെ മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മ. ഹർ ഓൺലി സൺ എന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ, അവിടെ അനാമിക വരും. ഓക്കെ, ഇതാണ് അതിൽ മെൻഷൻ ചെയ്ത ഓൺലി മാൻ എന്ന് പറഞ്ഞ അവളുടെ അച്ഛൻ. ഹൗ ഈസ് അനാമിക റിലേറ്റഡ് ടു ദ മാൻ? ആ മാൻ്റെ ആര്? അനാമിക മോള്. ഓപ്ഷൻ 2 ഡോട്ടർ. 24 3 8, അപ്പോൾ 5 ഡിഫറൻസ്. 8 13, അപ്പോൾ ഉറപ്പിച്ചോ 5ന് ഡിഫറൻസ്. ഇനി വരുന്ന 18 എന്ന് പറയുമ്പോൾ രാജ. ഓക്കെ, 4, ഓപ്ഷൻ 4. ആദ്യം ട്രയാങ്കിളിലുള്ള ഒരു സ്ക്വയർ. ഓക്കെ, 3 ഡിജിറ്റിൻ്റെ ഉള്ളിൽ ഒരു 4 സൈഡഡ് സ്ക്വയർ. ഇനി സ്ക്വയർ വന്നുമ്പോൾ സ്ക്വയർ ഉള്ളിൽ ഒരു 5 ഡിജിറ്റ് പെൻറ്റഗൺ. അപ്പോൾ ഇനി പെൻറ്റഗൺ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു അടുത്ത ഫിഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതാക്കി ഉള്ളിൽ ഒരു ഹെക്സഗൺ. ഏതാ? ദ ലാസ്റ്റ് വൺ. പെൻറ്റഗണിൻ്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ. ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. നോക്കെല്ലാം +5 അല്ലേ? എന്ന് എഫിലോട്ട് പോയി, അപ്പോൾ 1 6 പോയി +5. ഇനി N 14 S എന്ന് പറയുമ്പോൾ 19, അതും +5, അപ്പോൾ +5 തന്നെ സംഭവം. ഇനി ഡൽഹിയിൽ നിന്നെല്ലാം +5. ഫസ്റ്റ് ഡിജിറ്റ് നോക്കണ്ട, കാരണം ഫസ്റ്റ് ഒക്കെ I ആണ്. ഇനി സെക്കൻഡ് ഡിജിറ്റ് നോക്കുക, സെക്കൻഡ് ഡിജിറ്റ് E ആണ്. E എന്ന് പറയുമ്പോൾ 5 + 5 10 J വരും. J വരുന്ന ഓപ്ഷൻ 3 ആൻസർ. ബി എവിടെ ഉണ്ടാവുക? ബി ഹൈവില്. ഡോഗ് എവിടെ ഉണ്ടാവുക? പട്ടിക്കൂട് കെന്നൽ. ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. S 20 19 39 + 15 54 വരും. 54 + 14 68 വരും. 68 + 5 73 വരും. സെറ്റ്. അല്ല നമ്പർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5th ആഡ് 6 + 9 15 15 + 6 21 21 + 20 41 41 + 8 49 ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ഞാനത് ഒന്നും ചെക്ക് ചെയ്യണ്ടെങ്കിൽ ആൻസർ പറയാന്ന് പറയുമ്പോൾ 169 എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ, 49 7 സ്ക്വയർ, 225 625 25 സ്ക്വയർ, 365 6 സ്ക്വയറാ? 1 സ്ക്വയറില്ല. അപ്പോൾ അതങ്ങനെ ആൻസർ മാർക്ക് ചെയ്യാം. ഈ ലോജിക്ക് എന്താണെന്ന് പറയുമ്പോൾ നോക്ക്, 24ൻ്റെ പകുതി എടുക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്ന 12 + 1 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നോക്കുക, 12/2 എടുക്കുക, അപ്പോൾ 6 + 1 7ൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് ലോജിക്ക്. 48/2 24 കിട്ടും. 24 + 1 25ൻ്റെ സ്ക്വയർ എടുക്കുക, അപ്പോൾ 625 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 36/2 എന്ന് പറയുമ്പോൾ 18 കിട്ടും. 18 + 1 19 കിട്ടും. 19ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 361 വരെ, 365 അല്ല. അതാണ് ലോജിക്ക്. നോക്ക്, ഫോളോയിങ് നമ്പേഴ്സ് ആർ അല്ലെങ്കിൽ നോക്ക്, J വരുന്നത് 10, M വരുന്നത് 13, N വരുന്നത് 14. അപ്പോൾ ഡിഫറൻസ് 3 1. ഓക്കെ, ഇനി T വരുന്നത് എത്ര? T വരുന്നത് 20, W വരുന്നത് 23, ഇനി Y വരുന്നത് 25. അപ്പോൾ ഇവിടെ നോക്ക്, പക്ഷേ ഇവിടെ 3 2 ഡിഫറൻസ്. ഇനി അടുത്തതിൽ എത്ര ഡിഫറൻസ് നോക്കി അത് വെച്ച് നമുക്ക് ആൻസർ കൂട്ടാം. B വരുന്നത് 2, E വരുന്നത് 5, റൈറ്റ്. G വരുന്നത് 7. അപ്പോൾ 2 ഡിഫറൻസിലാണ് വന്നത്. ഇവിടെ നമുക്ക് 1 ഡിഫറൻസ്, ഇവിടെ 2 ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ഓഡ് വൺ ബിറ്റ്. ഇനി നോക്ക്, മിറർ ഇമേജ് പോലെ ഉണ്ടാവുക. ഇതെങ്ങനെ ഉണ്ടാവുന്ന അറിയോ? ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വരും, അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഇതായിരിക്കും, ഇവിടെ ഇങ്ങനെ ഇതായിരിക്കും. അങ്ങനെ ഏത് ഓപ്ഷനുള്ളത്? ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇതെങ്ങനെ അറിയോ? 12/2 6, 6ൻ്റെ സ്ക്വയറാണ് 36. അതുപോലെ 18/2 വരുന്നത് 9, 9ൻ്റെ സ്ക്വയറാണ് 81. ഇനി 56/2 നമുക്ക് കിട്ടുന്ന 28. 28ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ലാസ്റ്റ് ഒരു 4 വരും. ലാസ്റ്റ് 784 ആൻസർ. 784 ഓപ്ഷൻ 1. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട. മിക്ക ക്വസ്റ്റ്യനിലും എന്താണോ എക്സാമിനർ ഇടുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനൊക്കെ ഇടാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. ഇനി നോക്ക്, ഇവിടെ എന്താ കീ എന്നറിയോ? കിട്ടുന്നത് 7 ആണ്, റൈറ്റ്. ഡെസിമൽ ഇല്ലാത്തൊരു നമ്പർ. അപ്പോൾ ഫസ്റ്റ് ബോർഡ് മാസിൽ ഡിവിഷൻ അല്ല ആദ്യം ചെയ്യുന്നത്. 28 ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഈ ഡിവിഷൻ്റെ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഡിവിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ 2 അല്ല 3 അല്ല. ഇനി ഒന്നില്ലെങ്കിൽ 1 or 4. ഇനി 1 നോക്കി നോക്കുമ്പോൾ ഇവിടെ വരുന്നത് 5/42 എന്ന് വരും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് എന്തായാലും അല്ല, റൈറ്റ്. അപ്പോൾ ലാസ്റ്റ് വൺ ചെക്ക് ചെയ്തോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ വരുന്നത് 28/14, അത് സെറ്റ്. അപ്പോൾ അത് എന്തായാലും വർക്ക് ചെയ്യും. അപ്പോൾ തന്നെയാണ് ആൻസർ. അപ്പോൾ 2 വരും, അതാണ് ആൻസർ. ഇനി ചെയ്ത് നോക്കിക്കോ, ഇവിടെ 2 വരും.
ഇവിടെ 2 വരും, 2 ഇവിടെ 84 വരും, 84 86 പ്ലസ് 5 മൈനസ് വരും. യെസ്, ഇവിടെ 7 സിമ്പിളായിട്ട് ഇടും. ഇനി ഈ ഫിഗർ, ഇതിൻ്റെ മിറർ ഇമേജ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ ഫിഗറിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഷേപ്പ് ഉള്ളത് ഇതല്ല, ഇതുമല്ല, ഇതാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുത്തെ ബെൻഡ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇവിടുത്തെ ബെൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതുമല്ല, ഇതാണ് ആൻസർ. ഓക്കെ. ഇതിൻ്റെ വി പെർസെൻറ്റേജ് ടി എന്ന് പറയുമ്പോൾ വി ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ടി ഈസ് എ ബ്രദർ ഓഫ് ആർ. ആർ ഈസ് ദ സൺ. ആർ ഈസ് ദ സൺ ഓഫ് എൽ. എൽ ഈസ് എ വൈഫ് ഓഫ് എം, ഹസ്ബൻഡ്. എം ഈസ് എ ബ്രദർ ഓഫ് എസ്. എസ് ഈസ് ദ സൺ ഓഫ് പി. ഓക്കെ. ഇനി ചോദിച്ചാൽ ഹൗ ഇസ് എം റിലേറ്റഡ് ടു വി. എമ്മിൽ നിന്ന് വിയിലോട്ട് പോകും. ഓക്കെ. അല്ല, വിയിൽ നിന്ന് എമ്മിലോട്ട് പോകും. ആരായിട്ട് വരും? അച്ഛനായിട്ട് വരും. അച്ഛൻ, ഫാദർ. ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. ഇതെങ്ങനെ അറിയോ? ഇവിടുത്തെ ഡിഫറൻസ് 4, ഇവിടുത്തെ ഡിഫറൻസ് 4, ഇവിടുത്തെ ഡിഫറൻസ് 7, ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ 35. ഓക്കെ. ഇവിടുത്തെ ഡിഫറൻസ് 42, ഇവിടുത്തെ ഡിഫറൻസ് 378. അതിന് നോക്ക്, 4 ഇൻറ്റു 1 റൈറ്റ് 4 വരും. ഇനി 4 പ്ലസ് 3 7 വരും. ഇനി 7 ഇൻറ്റു 5 വരും റൈറ്റ്. ഇനി 5 പ്ലസ് 7 വരും. ഇനി ഇവിടെ ഇൻറ്റു 9 വരും. എന്തായിരിക്കും പ്ലസ് 11G. ദാറ്റ് ഈസ് 389. ഓക്കെ. ഇനി 442ക്ക് 389 ആഡ് ചെയ്യും, 861 വരും. ഓക്കെ. ദാറ്റ് വിൽ ബി 861 ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 2. Any student who does not behave properly while in the school brings bad name to himself and also for the school. അങ്ങനത്തെ ഒരു കുട്ടീനെ എന്ത് ചെയ്യാം? ഫസ്റ്റ്, സച്ച് സ്റ്റുഡൻറ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ സ്കൂൾ. അങ്ങനത്തെ മോശം ബിഹേവിയറുമായി പുറത്താക്കൽ ഭയങ്കര എക്സ്ട്രീം റിയാക്ഷൻ ആയിപ്പോയി, എക്സ്ട്രീം കേസായിപ്പോയി. നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് എത്തിക്കൽ ബേസിലാണ് എടുക്കേണ്ടത്. അത് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പം ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ പറ്റില്ല. സ്ട്രിക്ട് ഡിസിപ്ലിൻ ഡസ് നോട്ട് ഇംപ്രൂവ് ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻറ്. ഇതും ശരിയല്ല. നമുക്ക് എന്താ വേണ്ടേ? വി നീഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡസ് നോട്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി റെഫറൻസ് ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് എ സ്ട്രിക്ട് ഡിസിപ്ലിൻ. ഇതല്ല. നൈദർ 1 and 2 ഇസ് റൈറ്റ് ആൻസർ. അമെൻഡ്, റെക്ടിഫൈ. ഓക്കെ. സിനോണിം ആണല്ലേ. അമെൻഡ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക, ചവോസ് ചെയ്യുക, ഡിസോർഡർ. ഇതെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ അറിയാം? ഫസ്റ്റിൽ ഇതിൽ എത്ര വേർഡ് സിമിലർ ഉണ്ട്? FAC എല്ലാത്തിനും സിമിലർ, അതെല്ലാം വെട്ടിക്കളാം. FAC സിമിലർ. ഇനിയുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? EIITU. ആദ്യം വരുന്നത് എന്താ ഗൈസ്? ഇ ആണ് ആദ്യം വരുന്നത്, ഒബ്വിയസ്ലി. ദാറ്റ് ഇസ് എ ഫസ്റ്റ്. ഇനി ഐയിൽ ഏത് ആദ്യം വരുന്നത്? അപ്പോൾ ഇത് വെട്ടിക്കളണം. ഇവിടെ നോക്ക്, ILIയും ILIL സിമിലർ, അപ്പോൾ അതും വിട്ട് IL. ഇനി I ആണ്, E ആണ് ആദ്യം വരുന്നത്, E ആണ് ആദ്യം വരുന്നത്. അപ്പോൾ I132. ഇനി അതും വിട്ടിക്കോ. ഇനി അതെല്ലാം ആൻസർ കിട്ടി. 132 ഇതാണ്. ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. ടേർട്ടിൽ, റെപ്റ്റൈൽ. സ്നേക്ക് റോഡൻ ആണോ? അല്ല. സ്നേക്ക് റെപ്റ്റൈലാ. ഇനി മാൻ മാമലായിട്ട് വരണം, അല്ലാണ്ട് തിരിച്ചിടാൻ പാടില്ല. ലിസാർഡ് റെപ്റ്റൈൽ ആണോ? അതെ, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. ഫ്രോഗ് ആംബിബിനായി വരണം. താങ്ക് യു ഗൈസ്.